എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് വാൾ ഡെക്കോറിനൊക്കെ പറ്റിയ ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കബോർഡ് വെച്ചപ്പോൾ ബാക്കിയുണ്ടായ ഒരു പീസിലാണ് ചെയ്യുന്നത്. ഈ സെയിം പെയിൻറ്റിങ് ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ട് ഈ കബോർഡിൻ്റെ മറ്റേ സൈഡിൽ തന്നെ ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ പെയിൻ്റ് ഒന്ന് ഫെയ്ഡായപ്പോൾ ഞാൻ ഒന്നും കൂടി റീപെയിൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലൊന്ന് പെയിൻറ്റ് ചെയ്യുന്ന സെയിം പെയിൻറ്റിങ്. ആദ്യം തന്നെ ബ്ലൂവും വൈറ്റും മിക്സ് ആക്കിയിട്ട് സ്കൈന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് പുല്ലും ഇലയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് തന്നെ പച്ചേൻ്റെ പല ഷെയ്ഡും കൊടുക്കുന്നത്. പല ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോയും വൈറ്റൊക്കെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബ്ലാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ പോയിൻറ്റ് ബ്രഷും കൊണ്ടൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് കുറച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം വേണ്ടോ ഡീറ്റെയിലിംഗ് ചെയ്യാൻ. ഞാൻ ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്തിട്ട് അത് പെട്ടെന്നൊന്നും ഉണങ്ങി ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് പുഴക്ക് വേണ്ടിയിട്ട് ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പുഴക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി വൈറ്റ് കുറച്ചും കൂടി മിക്സ് ആക്കണം കേട്ടോ. എന്നാൽ ആ പുഴക്ക് ഒഴുകുന്ന ഇതിൽ വരുള്ളൂ. പിന്നെ പുഴയിൽ ആ മുകളിലത്തുള്ള പുല്ലിൻ്റെ ഷാഡോവും കൂടി വരച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും ഫോട്ടോ. പിന്നെ പുഴേൻ്റെ താഴെയായിട്ട് കുറച്ചും കൂടി പുല്ല് വരച്ചെടുക്കുന്നുണ്ട്. ആ പുല്ലിന് വരക്കാൻ വേണ്ടി ഞാൻ പോയിൻറ്റ് ബ്രഷാണ് യൂസ് ആക്കുന്നത്. പിന്നെ പച്ചേൻ്റെ തന്നെ പല ഷെയ്ഡും ഉപയോഗിച്ച് വരക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കിട്ടും. അതിൻ്റെ ശേഷം കുറച്ച് ഡെയ്സി ഫ്ലവേഴ്സാണ് കേട്ടോ വരക്കുന്നത്, വൈറ്റും യെല്ലോയും കൂടി കൂടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് ആ പുല്ലിലൊരു മരം കൂടി വരച്ച് കൊടുക്കാം. മരം വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഈ പെയിൻറ്റിങ് ഒക്കെ നിങ്ങൾ ഒരു പെയിൻറ്റിങ് ഉണങ്ങിയ ശേഷം അടുത്ത പെയിൻറ്റിങ് ചെയ്യാം. ഞാൻ അതിന് മുമ്പ് ചെയ്തൊരു കുറച്ച് എല്ലാം പരന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മരത്തിൻ്റെ ഇലക്ക് ഞാൻ റെഡും വൈറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് കുറച്ചൊരു മേഘവും കൂടി വരച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോ കംപ്ലീറ്റ് ആക്കാം. ആ മരത്തിൻ്റെ ഷാഡോയും കൂടി ആ വെള്ളത്തിൽ വരക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.